നമസ്കാരം. ഇപ്പോൾ സമയം വൈകിട്ട് 6:30. രാഷ്ട്രീയ കേരളം ഓരോ നിമിഷവും എണ്ണിത്തീർക്കുകയാണ്. എന്താണ് വയനാട്ടിലെ വോട്ടർമാരുടെ ഉള്ളിലിരിപ്പ്? വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നിലനിർത്താൻ സാധിക്കുമോ? ചേലക്കര ഇത്തവണയും ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടാകുമോ? പാലക്കാട് അട്ടിമറികൾ നടക്കുമോ? എന്തായാലും രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. കാരണം ഇത് സർക്കാരിനുള്ള പ്രോഗ്രസ് കാർഡായി മാറും എന്ന് ഒരു ഭാഗം വിലയിരുത്തുന്നു. പ്രതിപക്ഷത്തിൻ്റെ പ്രകടനത്തിനുള്ള മാർക്കിടിയിൽ ആകും എന്ന് മറ്റൊരു വിഭാഗവും കണക്കാക്കുന്നു. അതിനൊക്കെ അപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ ആകുമോ എന്ന BJPയുടെ ലിറ്റ്മസ് ടെസ്റ്റായും പാലക്കാട് മാറും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. എന്തായാലും നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ അരമണിക്കൂറിനകം തന്നെ എന്താണ് ഈ 3 മണ്ഡലങ്ങളുടെയും ഉള്ളിലിരിപ്പ് എന്നത് വ്യക്തമാകും. ഞങ്ങളുടെ പ്രതിനിധികൾ നാളെ രാവിലെ മുതൽ കൃത്യമായ വാർത്തകളും ഡേറ്റകളും അവലോകനവുമായി പ്രേക്ഷകരോട് ഒപ്പം ചേരും. തീരുന്നില്ല. 2 സംസ്ഥാനങ്ങൾ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നു. മഹാരാഷ്ട്രയും ജാർഖണ്ഡും. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇത്രമേൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞ മഹാരാഷ്ട്ര പോലെ മറ്റൊരു സംസ്ഥാനവും ഇല്ല. മഹാരാഷ്ട്രയിൽ ഭരണം നിലനിൽക്കുമോ? ജാർഖണ്ഡിൽ ഭരണമാറ്റം ഉണ്ടാകുമോ? കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ സമാനമായ സ്വഭാവമാണ് പ്രകടമാകാറ് എങ്കിലും ഹരിയാന അടക്കം അതല്ല യഥാർത്ഥ ജനവിധി എന്ന് തെളിയിച്ചതാണ്. ഇത്തവണയും അങ്ങനെയാണോ സംഭവിക്കാൻ പോകുന്നത്? മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും ഞങ്ങളുടെ വിപുലമായ നെറ്റ്വർക്കിലൂടെ ഏറ്റവും വസ്തുതാപരമായ കണക്കുകൾ ആയിരിക്കും നാളെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. എന്താണ് ആ ഒരുക്കങ്ങൾ, ഒപ്പം തെരഞ്ഞെടുപ്പ് സാധ്യതകൾ പരിശോധിക്കാം വിശദമായി. 2-1-3 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ അവസാനവട്ട കണക്കുകൂട്ടലിൽ ആണ് മുന്നണികൾ. നാളെ പുറത്തു വരുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം ആരെ തുണയ്ക്കും? 10 മണിയോടുകൂടി വിജയിച്ചത് ആരാകും എന്ന് ഏറെക്കുറെ വ്യക്തമാകും. വയനാട്ടിൽ അട്ടിമറിയൊന്നും ഇത്തവണയും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ മറ്റ് 2 മണ്ഡലങ്ങളിൽ പ്രവചനം എളുപ്പമല്ല. ചേലക്കര നിലനിർത്തുന്നതിനൊപ്പം പാലക്കാട് മുന്നേറ്റവും ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. എല്ലായിടത്തും വിജയക്കൊടി പാറിക്കുമെന്ന് ഉറപ്പു പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണി. പാലക്കാട് സി കൃഷ്ണകുമാറിന്റെ വിജയപ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് BJP. എന്തായാലും VV അരുൺ ആണ് ആദ്യം ചേരുന്നത്. അരുൺ, പാലക്കാടാണല്ലോ ഏറ്റവും പ്രധാനം. കാരണം പാലക്കാട് ആര് വിജയിക്കുന്നു പരാജയപ്പെടുന്നു എന്നത് ഒരുപോലെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട് 3 മുന്നണികൾക്കും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം എത്രത്തോളം പ്രധാനപ്പെട്ടതായാണ് ഇവർ കാത്തിരിക്കുന്നത് വിവിധ മുന്നണികൾ? അഭിലാഷ്, 3 മുന്നണികൾക്കും ഏറെ നിർണായകമാണ് പാലക്കാട്. അതിന് കാരണം UDFന് നിലവിൽ പാലക്കാട്ടെ സിറ്റിംഗ് സീറ്റുള്ള UDFനെ ഇവിടെ ജയിച്ചേ പറ്റൂ. കാരണം ചോദിച്ചു വാങ്ങിയ തെരഞ്ഞെടുപ്പാണത്, അല്ലെങ്കിൽ അവർ ഇവിടെ വരുത്തിവെച്ച തെരഞ്ഞെടുപ്പാണത് എന്ന വിമർശനമാണ് BJPയും LDFും UDFിനെതിരെ ഉന്നയിക്കുന്നത്. കാരണം ഇവിടുത്തെ സിറ്റിംഗ് MLA ആയ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോവുകയും അവിടെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തതാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വഴിവെച്ചത്. അതുകൊണ്ട് തന്നെ UDFന് ഇവിടെ വിജയിച്ചേ പറ്റൂ. വിജയിച്ചാൽ മാത്രം പോരാ, അവിടെ BJPയുടെ വോട്ട് കുറയ്ക്കണം, BJPക്ക് സ്വാധീനം കുറയ്ക്കണം എന്നതും UDF വെല്ലുവിളിയാണ്. ഇടതുമുന്നണി ആരോപിച്ച BJPക്ക് ഇവിടെ ജയിച്ചു കയറാൻ വേണ്ടി ഒരു അവസരം ഒരുക്കാനാണ് ഷാഫി പറമ്പിൽ ഇവിടെ നിന്ന് വടകരയിലേക്ക് പോയത് എന്നാണ്. അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് BJP വിജയിച്ചാൽ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പൊട്ടിത്തെറികൾ ചെറുതായിരിക്കില്ല. പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെയും ഷാഫി പറമ്പിന്റെയും മാത്രം സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിമർശനം കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമാണ്. കെ മുരളീധരനെ പോലുള്ള പ്രധാനപ്പെട്ട ആളുകളെ മാറ്റിയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥി. അതുകൊണ്ട് UDFന് വളരെ നിർണായകമാണ്. BJPക്ക് ഏറ്റവും വിജയപ്രതീക്ഷയുള്ള സംസ്ഥാനത്തെ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. അത് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിലൂടെ 2 തവണ രണ്ടാമത് വന്നു. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് അവർ ഉറപ്പിക്കുന്നു. വിജയിച്ചില്ലെങ്കിൽ അവിടെയും ചില പൊട്ടിത്തെറികൾ ഉണ്ടാകാം. കാരണം ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നതാണ്. അത് മറികടന്നാണ്
കെ സുരേന്ദ്രൻ സി കൃഷ്ണകുമാറിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അവർക്കും ഇത്രയധികം അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്താനായില്ലെങ്കിൽ അവർക്ക് വലിയ നാണക്കേടായി മാറുകയും ചെയ്യുന്നത്. ഇടതുമുന്നണിക്കാകട്ടെ സ്ഥിതി മെച്ചപ്പെടുത്തിയാൽ മതി. കാരണം 2 തവണയായി മൂന്നാമത് പോകുന്ന മണ്ഡലം. പക്ഷെ അവർക്ക് പ്രശ്നമുള്ളത് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം കുറഞ്ഞാൽ, വോട്ടുകളുടെ എണ്ണം കുറഞ്ഞാൽ അത് വലിയ ചർച്ച LDF ഉണ്ടാക്കും, വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കും. കാരണം മുന്നണിക്ക് പുറത്ത് അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തുനിന്നുള്ള ഒരാളെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നു. ഇവിടെ സ്ഥാനാർത്ഥിയെ പരിഗണിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തെ പാടെ പെട്ടെന്ന് ഒഴിവാക്കുന്നു. അതിനുശേഷം സരിനെ പരീക്ഷിക്കുന്നതിലൂടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാം. ഇപ്പോൾ UDF വിജയപ്രതീക്ഷയുണ്ട്. അത് കംഫർട്ടബിൾ മെജോറിറ്റി ജയിക്കുമെന്നാണ് അവർ പറയുന്നത്. BJP ആണ് ഏറ്റവും അധികം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. വലിയ മാർജിനിൽ വിജയിച്ചു കയറും. മേഖലകളിൽ 10,000-ലേറെ വോട്ട് നേടിക്കൊണ്ട് വിജയിച്ചു കയറും. ഇടതുമുന്നണിക്ക് ജയത്തോടെ അവർക്ക് ജയിക്കുമെന്ന് അത്ര ഉറപ്പില്ല. പക്ഷേ അവർ 2ാം സ്ഥാനം പ്രതീക്ഷിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ സരിനെ എന്ന സ്ഥാനാർത്ഥിയെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. സരിൻ നേരിയ മാർജിനിൽ വിജയിക്കുമെന്ന് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നു. അങ്ങനെ 3 മുന്നണികൾക്കും വളരെ നിർണായകമാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ്. നാളെ 11 മണിയോടുകൂടി ഇവരുടെ ആരുടെ പ്രതീക്ഷകളാണ് സഫലമാകുന്നത്, ആരാണ് നിരാശരാകുന്നതെന്ന് അറിയാൻ കഴിയും. യെസ്, ഇനി ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് ചേലക്കരയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ തെരഞ്ഞെടുപ്പിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ തർക്കങ്ങൾ ഒന്നുമില്ല. അവിടെ പ്രിയങ്ക ഗാന്ധി വിജയിക്കുക തന്നെ ചെയ്യും എന്ന മുന്നണികൾക്കെല്ലാം ഉറപ്പുണ്ട്. പക്ഷേ ഭൂരിപക്ഷം എത്ര എന്നതാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. പ്രത്യേകിച്ച് ദേശീയ തലത്തിലടക്കം ശ്രദ്ധേയമാകുന്നുണ്ട് പ്രിയങ്കയുടെ വരവോടുകൂടി. അവിടെ ഈ പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികൾ അവർ എത്ര ഇമേജ് ഉള്ളവർ ആണെങ്കിലും ദേശീയ നേതാക്കളാണെങ്കിലും അവരെ ഉൾക്കൊള്ളാൻ വയനാട് പോലെ ഒരു മണ്ഡലത്തിന് എത്രത്തോളം സാധിക്കും, എത്ര നാൾ സാധിക്കും എന്നതിൻ്റെയൊക്കെ ഒരു ചൂണ്ടുപലകയായി ഒരു പക്ഷേ വയനാട് മാറാം. പക്ഷേ ചേലക്കരയിലേക്ക് വരുമ്പോൾ അതല്ല. ചേലക്കരയിലെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് കാലങ്ങളായി ഇടതു കോട്ടയാണ്. ആ കോട്ടയിൽ ഇത്തവണ വിള്ളൽ വീണാൽ അത് സർക്കാരിന് ഏൽക്കുന്ന വലിയ പ്രഹരമായി മാറുക തന്നെ ചെയ്യും. ഏത് തരത്തിലാണ് ചേലക്കരയിലെ പ്രതീക്ഷകൾ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം? ചേലക്കരയിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ഇടതുമുന്നണി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നുള്ളത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. കാരണം ഈ ഒരു 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കാണുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം അതിശക്തമായ ഭൂരിപക്ഷത്തിൽ ജയിച്ച ചേലക്കര പോലുള്ളൊരു മണ്ഡലം കൈവിട്ടു പോകുക എന്നുള്ളത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയില്ല. പാർട്ടിക്കിടയിൽ പല തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആദ്യഘട്ടത്തിൽ കെ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അതുവഴി വിജയിച്ചു നേടാമെന്ന്, പരമ്പരാഗത കോട്ടയായ ചേലക്കരയിൽ വിജയിച്ചു നേടാമെന്ന് അവർ ഇപ്പോൾ കരുതുന്നു. പക്ഷേ ഒരു അട്ടിമറി ജയമാണ് അവിടെ രമ്യ ഹരിദാസിലൂടെ UDF പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് എന്ന സിറ്റിംഗ് സീറ്റ് ജയിച്ചാൽ മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് ചേലക്കര കൂടി പിടിച്ചെടുക്കണം എന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ. അവിടെയും പ്രതിസന്ധിയായി DMKയുടെ സ്ഥാനാർത്ഥി നിൽക്കുന്നത്, പഴയ MP കൂടിയായി സുധീർ നിൽക്കുന്നത് അല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് UDFനെ സംബന്ധിച്ച്. എങ്കിലും ചെറിയ മാർജിനിൽ വിജയിച്ച് കയറാമെന്ന് അവർ കരുതുന്നു. ഒപ്പം തന്നെ BJPയും വോട്ട് വലിയ രീതിയിൽ ഉൾപ്പെടുത്താം, വലിയ രീതിയിൽ കൂട്ടാം എന്ന പ്രതീക്ഷയിലാണ് ബാലകൃഷ്ണനിലൂടെ BJPയും പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, യെസ്, ഈ നിലയിൽ ആണ് പ്രതീക്ഷകൾ. എന്തായാലും വോട്ട് എണ്ണുന്നതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നാളെ രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. പതിവ് പോലെ പോസ്റ്റൽ വോട്ടുകൾ, സർവീസ് വോട്ടുകളാണ് ആദ്യം എണ്ണുകയെങ്കിലും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുമ്പോൾ വളരെ വേഗം, അതിവേഗം തന്നെ ട്രെൻഡ് അറിയാൻ സാധിക്കും. പ്രേക്ഷകരിലേക്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശദാംശങ്ങളുമായി ഞങ്ങൾ രാവിലെ മുതൽ എത്തുകയും ചെയ്യും. എന്തായാലും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം. മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് ഫലം കൂടി നാളെയാണ് അറിയുന്നത്. എന്തായാലും വോട്ടെല്ലാം പെട്ടിയിൽ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ്. ഈ 2 സംസ്ഥാനങ്ങൾ ആരാണ് ഭരിക്കാൻ പോകുന്നത്? അതിൽ വ്യത്യസ്തമായ എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങൾ ആണ് പുറത്തു വന്നിട്ടുള്ളത്. അതിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ജാതീയത ആരോപിച്ചിരിക്കുകയാണ് BJP. ദളിത് നേതാവിനെ മാല അണിയാൻ
വിസമ്മതിച്ചു എന്നാണ് ആക്ഷേപം. രാജസ്ഥാനിലെ ദളിത് നേതാവ് ഭജൻലാൽ ജാദവിന്റെ കയ്യിൽ നിന്ന് മാല ധരിക്കാൻ രാഹുൽ വിസമ്മതിച്ചു എന്നാണ് ആരോപണം. BJPയുടെ IT സെൽ മേധാവി അമിത് മാളവ്യ ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ കൂടി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഗാന്ധി കുടുംബം സമുദായത്തെ വോട്ട് ബാങ്കായി ചൂഷണം ചെയ്യുക മാത്രമാണ് എന്നും BJP നേതാക്കൾ ആരോപിക്കുന്നു. വോട്ടിന് കാശ് നൽകിയെന്ന ആരോപണത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് എതിരെ നിയമ നടപടിയുമായി BJP മഹാരാഷ്ട്ര ജനറൽ സെക്രട്ടറി വിനോദ് താവഡെ. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനെറ്റ് എന്നിവർക്ക് എതിരെ താവഡെ വക്കീൽ നോട്ടീസ് അയച്ചു. കോൺഗ്രസ് നേതാക്കൾ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ മാനനഷ്ടത്തിന് ക്രിമിനൽ നടപടികളും 100 കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിന് സിവിൽ നടപടികളും ആരംഭിക്കും എന്നാണ് BJP നേതാവ് പറയുന്നത്. നവംബർ 19-ന് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ 5 കോടി രൂപയുമായി എത്തിയ വിനോദ് താവഡയെ കുടുക്കി എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. कांग्रेस प्रेसिडेंट मल्लिकार्जुन खड़गे जी, कांग्रेस लीडर राहुल गांधी जी and कांग्रेस spokesperson Supriya ji said that Vinod Tawade was caught red-handed with 5 crores distributing to voters. These all dramatic statements. Just they want to defame me and my party. I'm been heard. I come from a regular middle class family. For last 40 years, I'm working in politics, but I have not done such type of any work. But Congress leaders want to defame me, my party, my leaders. So they purposefully spoke this untruth to the media, to Twitter, and to the people. And hence, I have issued a court notice to them that you should apologize publicly or face the action of the defamation. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിനനുസരിച്ച് അടവ് നയം സ്വീകരിക്കുമെന്ന് വഞ്ചിത് ബഹുജൻ അഘാഡി പ്രസിഡന്റ് പ്രകാശ് അംബേദ്കർ. VBA സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്നവർക്ക് ഒപ്പം നിൽക്കും, അധികാരം തെരഞ്ഞെടുക്കും എന്നും എക്സിൽ പ്രകാശ് അംബേദ്കർ പോസ്റ്റ് ചെയ്തു. എന്തായാലും രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെയാണ്. മഹായുതിയുടെ ഭരണ തുടർച്ചയോ മഹാവികാസ് അഘാഡിയുടെ അട്ടിമറി ജയമോ എന്ന് നാളെ അറിയാം. എക്സിറ്റ് പോളുകളുടെ ആത്മവിശ്വാസത്തിൽ BJPയും എക്സാറ്റ് പോളിൽ വിജയം ഉറപ്പ് എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും ഇപ്പോഴും ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല. മഹാരാഷ്ട്രയിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച മഹായുതി. BJPയും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയും ഉപമുഖ്യമന്ത്രി അജിത് പവാർ നയിക്കുന്ന NCPയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മറുഭാഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിൽ മഹാവികാസ് അഘാഡി. കോൺഗ്രസും ശരത് പവാർ വിഭാഗം NCPയും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും കേവല ഭൂരിപക്ഷമായ 245 മറികടക്കുമെന്ന പ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോളുകൾ ഭൂരിപക്ഷവും മഹായുതിക്ക് ഭരണം പ്രവചിക്കുന്നു. മഹാരാഷ്ട്രയിൽ BJPക്കും കോൺഗ്രസിനും മാത്രമല്ല ഇരു ശിവസേനകൾക്കും NCPയിലെ ഇരുപക്ഷത്തിനും നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഇരു ശിവസേനകളിൽ ആർക്കാണ് കരുത്തുന്നത് ഉദ്ധവ് താക്കറെക്കും ഏക്നാഥ് ഷിൻഡെക്കും ഒരുപോലെ പ്രധാനമാണ്. ശരത് പവാറിനോ അജിത് പവാറിനോ പവർ എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാകും വരിക. വിജയപ്രതീക്ഷയിൽ ഇരുമുന്നണി നേതാക്കളും യോഗം ചേർന്നു. ഒപ്പം നിൽക്കുന്നവർ മറുകണ്ഠം ചാടാതിരിക്കാനും ചെറുകക്ഷികളെ കൂടെ കൂട്ടാനുമുള്ള ശ്രമം BJP തുടങ്ങിക്കഴിഞ്ഞു. അജിത് പവാർ നയിക്കുന്ന NCPയുടെ സീറ്റുകൾ ഭൂരിപക്ഷത്തിന് അനിവാര്യമായാൽ അജിത് പവാർ വിലപേശുമോ എന്ന ആശങ്ക BJP ക്യാമ്പിനുണ്ട്. കഴിഞ്ഞ തവണ ഉദ്ധവ് താക്കറെക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകി ശിവസേനയെ അടർത്തി BJP ഭരണം അട്ടിമറിച്ച പവാർ തന്ത്രം ഇക്കുറി തടയാനുള്ള മുൻകരുതലുകൾ BJP എടുത്തിട്ടുണ്ട്. ഏതു മുന്നണിയായാലും ഭൂരിപക്ഷം തീരെ ചെറുതെങ്കിൽ മഹാരാഷ്ട്രയിൽ എന്തും സംഭവിക്കാം. ഇതാണ് ചരിത്രം നൽകുന്ന പാഠം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. എന്തെങ്കിലും ഒക്കെ മഹാരാഷ്ട്രയിൽ സംഭവിച്ചാൽ, അതായത്
ഏതെങ്കിലും ഒരു മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ല എങ്കിൽ ഏറ്റവും നിർണായകമാവുക അജിത് പവാറിന്റെ നിലപാട് തന്നെയാകും. നിലവിൽ മഹായുതിയുടെ ഭാഗമാണ് എങ്കിലും NCP തലവൻ മറുകണ്ഠം ചാടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത് തടയാനുള്ള വഴികൾ BJPയും തേടുന്നുണ്ട്. മത്സരിച്ച് ജയിച്ച മുന്നണി വിട്ട് പാർട്ടികളും പാർട്ടി പിളർത്തി നേതാക്കളും മറുകണ്ഠം ചാടുന്നത് മഹാരാഷ്ട്രയിൽ പുതുമയല്ല. ജയിച്ച മുന്നണി വിട്ട് കോൺഗ്രസിലും NCPക്കും ഒപ്പം ചേർന്നാണ് ശിവസേനയിലെ ഉദ്ധവ് താക്കറെ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായത്. ജയിച്ച പാർട്ടി പിളർത്തി മറുകണ്ഠം ചാടിയാണ് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായത്. മഹാരാഷ്ട്രയിലെ ഒന്നാം നിര നേതാക്കളിൽ ഏറ്റവും കൂടുതൽ തവണ മറുകണ്ഠം ചാടിയിട്ടുള്ള നേതാവാണ് അജിത് പവാർ. അജിത് പവാർ 5 തവണ ഉപമുഖ്യമന്ത്രിയായി. കോൺഗ്രസിലെ പൃഥ്വിരാജ് ചവാനൊപ്പവും ശിവസേനയിലെ ഉദ്ധവ് താക്കറയ്ക്കും ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പവും ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഇടയ്ക്ക് 4 ദിവസം BJPയിലെ ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പവും ഉപമുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിവിധ മുന്നണികളിൽ നിന്നായി 3 മുഖ്യമന്ത്രിമാർ വന്നെങ്കിലും ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് അജിത് പവാർ തന്നെ തുടർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തരം പോലെ ചാടാൻ ഒരു മടിയുമില്ലാത്ത നേതാവാണ് അജിത് പവാർ എന്ന് ചുരുക്കം. അജിത് പവാർ പക്ഷത്തിന്റെ പിന്തുണയില്ലാതെ മഹായുതിക്ക് ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ വന്നാൽ അജിത് പവാർ വില പേശുമെന്ന് ഉറപ്പ്. അമാവൻ ശരത് പവാറുമായി ഒരിക്കൽ കൂടി അടുക്കാൻ അജിത് പവാറിന് മടിയുണ്ടാവാനും വഴിയില്ല. ഇപ്പോൾ തന്നെ അജിത് പവാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെടുന്ന കൂറ്റൻ ഫ്ലെക്സുകൾ പൂനെയിലടക്കം ഉയർന്നു കഴിഞ്ഞു. ഈ അപകട സാധ്യത മുന്നിൽ കണ്ട് BJP മറുതന്ത്രം മെനഞ്ഞെന്നാണ് സൂചന. അജിത് പവാർ പോയാലും ഒപ്പമുള്ള MLA മാർ പോവാതിരിക്കാനുള്ള വഴിയാണ് BJP തേടുന്നത്. ജയസാധ്യതയുള്ള നേതാക്കളുമായി ഇതിനകം BJP നേതൃത്വം ബന്ധപ്പെട്ട് കഴിഞ്ഞു. NCPയിലെ ഭൂരിപക്ഷം MLA മാരെയും ഒപ്പം കൂട്ടി അജിത് പവാറിന് തടയിടുക എന്ന തന്ത്രമാണ് BJPയുടേത്. എന്തായാലും ഇതുവരെ പ്രതികരിക്കാൻ അജിത് പവാർ തയ്യാറായിട്ടില്ല. അവസരം നോക്കി കൃത്യമായി നീങ്ങുക എന്ന അജിത് പവാറിന്റെ രീതി ഇക്കുറി ഫലിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. അതേസമയം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA വിജയിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്ന ജാർഖണ്ഡിൽ തികഞ്ഞ പ്രതീക്ഷയിൽ ആണ് BJP. സംസ്ഥാനത്ത് ഭരണം നിലനിർത്താൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് JMMഉം സഖ്യകക്ഷികളും. അവകാശവാദങ്ങൾക്ക് അടിവരയിടുന്നതിന് സ്വന്തം നിലയ്ക്ക് തയ്യാറാക്കിയ എക്സിറ്റ് പോൾ ഫലങ്ങളും JMM പുറത്തുവിട്ടിട്ടുണ്ട്. ജാർഖണ്ഡിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയാണ് BJP. JMM സർക്കാരിന്റെ അഴിമതി ഭരണത്തിൽ ജനങ്ങൾ അസ്വസ്ഥരാണെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും BJP പ്രസിഡന്റ് ബാബുലാൽ മറാണ്ടി. ക്രമസമാധാനം തകർന്നു, വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല, ബംഗ്ലാദേശികൾ നുഴഞ്ഞുകയർന്നു, ഇതെല്ലാം പ്രതികരണങ്ങൾ ഉണ്ടാക്കുമെന്നും BJP. हमें लगता है जो सीटें एग्जिट पोल दे रही हैं उनसे भी ज़्यादा सीटें हमें आएंगी, क्योंकि एक ज़बरदस्त अंडर करेंट था. छात्रों में नाराज़गी थी, महिलाओं में नाराज़गी थी, किसानों में नाराज़गी थी. सभी वर्गों को इन्होंने बड़े बड़े वायदे करके छला था. तो अब 23 नवंबर को हमें लगता है अब की बार NDA की सरकार. സഖ്യകക്ഷികൾക്കൊപ്പം 81-ൽ 59 ഇടങ്ങളിൽ ജയിക്കുമെന്നും ബാക്കിയുള്ള സീറ്റുകളിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് എന്നും JMM നേതാക്കൾ അവകാശപ്പെടുന്നു. JMM വിട്ട് BJPയിലെത്തിയ ചമ്പായ് സോറൻ സരായ്ക്കേലയിൽ തോൽക്കുമെന്ന് JMM जनरल സെക്രട്ടറിയും വക്താവുമായ സുപ്രിയോ ഭട്ടാചാര്യ. कि हमारे 24 जिलों में 11 जिलों में भाजपा और उसके गठबंधन का खाता तक नहीं खुलेगा. ये आंकड़े बताते हैं कि हम 2/3 बहुमत के साथ सरकार बनाने जा रहे हैं. 81 നിയമസഭയിലേക്ക് 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. BJPയുടെ നേതൃത്വത്തിൽ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ, ജനതാദൾ യുണൈറ്റഡ്, ലോക് ജൻശക്തി പാർട്ടി എന്നിവർ സഖ്യത്തിലാണ് മത്സരിച്ചത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ കോൺഗ്രസും RJDയും ഇടതു പാർട്ടികളുമാണ് അണിനിരന്നത്. ആദ്യ റൗണ്ട് വോട്ടെണ്ണലിന്റെ ഫലം രാവിലെ 9:30 പ്രതീക്ഷിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കിരൺ ബാബു ആണ് ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, 2 സംസ്ഥാനങ്ങൾ പ്രതീക്ഷകൾ എപ്രകാരമാണ്? അഭിലാഷ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയും NDAയും നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ 2 സംസ്ഥാനങ്ങൾക്കും. മഹാരാഷ്ട്രയിലാണെങ്കിൽ മഹായുതിയും മഹാവികാസ് അഘാഡിയും, മഹായുതിയെ നയിക്കുന്നത് BJPയാണ്, മഹാവികാസ് അഘാഡിയെ കോൺഗ്രസും നയിക്കുന്നു. അങ്ങനെ കോൺഗ്രസും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് ശിവസേനയിലെയും NCPയിലെയും ഇരുവിഭാഗങ്ങൾക്കും. ഈ ഇരുവിഭാഗങ്ങളിൽ ആർക്കാണ് കൂടുതൽ കരുത്ത് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാവും നാളെ വരിക. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയെ സംബന്ധിച്ച്
മഹായുതിക്ക് ഭൂരിപക്ഷം കിട്ടിയാലും അജിത് പവാറിന്റെ ചാഞ്ചാട്ടത്തിനുള്ള സാധ്യത BJP മുന്നിൽ കാണുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടുള്ള അത് തടയാനുള്ള നീക്കങ്ങളും അജിത് പവാർ പക്ഷത്ത് വിജയസാധ്യതയുള്ള MLA-മാരെയൊക്കെ നേരത്തെ തന്നെ ബന്ധപ്പെടാനുള്ള നീക്കങ്ങളും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ എന്തായാലും കടുത്ത മത്സരത്തിലേക്ക് തന്നെയാണ്. ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും BJPക്ക് അനുകൂലമാണെങ്കിലും ചില എക്സിറ്റ് പോൾ ഫലങ്ങളെങ്കിലും നൽകുന്നത് മഹാവികാസ് അഘാഡിയുടെ ഒരു വിജയമാണ്. ഏതെങ്കിലും തരത്തിൽ ഇരു മുന്നണികൾക്കും ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ വന്നാൽ ചെറു കക്ഷികളെ അടക്കം ഇപ്പോൾ തന്നെ ചില കക്ഷികളും ആരാണോ വിജയിക്കാൻ പോകുന്നത് അവർക്കൊപ്പം ചേരും എന്ന നിലയിലടക്കം പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ജാർഖണ്ഡിനെ സംബന്ധിച്ചാണെങ്കിൽ ജാർഖണ്ഡിൽ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് പ്രധാനമായും ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള JMM, കോൺഗ്രസ്, RJD, CPI-ML സഖ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അത്തരം അവകാശവാദങ്ങളും പുറത്തുവിടുന്നുണ്ട്. ജാർഖണ്ഡിൽ പ്രധാനമായും BJP ഉന്നയിച്ചത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റ വിഷയമാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറുന്നു. അവർക്ക് റേഷൻ കാർഡ് അടക്കം എല്ലാവിധ സൗകര്യങ്ങളും നൽകി അവരെ നാട്ടിൽ പാർപ്പിച്ചുകൊണ്ട് ഗോത്രവർഗ മേഖലയിൽ അവരുടെ ജനസംഖ്യയ്ക്ക് ഒപ്പം ഈ കുടിയേറ്റക്കാരുടെ അല്ലെങ്കിൽ അവിടുത്തെ നുഴഞ്ഞുകയറ്റക്കാരുടെ ജനസംഖ്യ കൂടി എത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നു. ഇത് പ്രധാന വിഷയമായി തന്നെയാണ് BJP ഉയർത്തിക്കാട്ടിയത്. എന്തായാലും ഇത്തരം പ്രചരണങ്ങൾക്ക് ഏത് തരത്തിലേക്കുള്ള ഫലമാണ് ഉണ്ടാകുന്നതെന്ന് അറിയാനും നാളെ എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം, അതിൽ ആധികാരികമായ ഡേറ്റകളും വിവരങ്ങളും ആയി ഞങ്ങൾ എത്തുക തന്നെ ചെയ്യും. ഇനി ഇന്നത്തെ പഞ്ച് ഡയലോഗിലേക്ക് ആണ്. വയനാട്ടിൽ പ്രിയങ്കയുടെ വിജയം ഏതാണ്ട് എല്ലാവരും ഉറപ്പിക്കുന്നതാണ്. ഇനി ഭൂരിപക്ഷത്തെക്കുറിച്ചാണ് ആശങ്ക. പക്ഷേ എതിർ സ്ഥാനാർത്ഥിയായ സത്യൻ മുഖേരി വയനാട്ടിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. താൻ വയനാട്ടിൽ ജയിക്കുമെന്ന് എതിർ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയോടും സത്യൻ മുഖേരി പറഞ്ഞു. താൻ എന്തുകൊണ്ട് ജയിക്കും എന്നതിൻ്റെ കാരണവും പ്രിയങ്കയോട് നേരിട്ട് പറഞ്ഞു എന്നും സത്യൻ മുഖേരി. LDF ശക്തമായ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളും കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളും വയനാടിൻ്റെ വികസനത്തിൽ, കേരളത്തിൻ്റെ വികസനത്തിൽ LDFിൻ്റെ സമീപനങ്ങളെ ഉന്നയിച്ചുകൊണ്ടാണ് നല്ല ക്യാമ്പയിൻ നടത്തിയത്. ആ ക്യാമ്പയിൻ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്നാണ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതിന് മറുപടിയുമായി ഒരു കോൺഗ്രസ് നേതാവ് എത്തിയിട്ടുണ്ട്. AP അനിൽകുമാർ ആണത്. CPI സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വയനാട്ടിൽ CPIM പ്രവർത്തനത്തിൽ മരവിപ്പുണ്ടായിരുന്നു എന്നാണ് അനിലിൻ്റെ കണ്ടെത്തൽ. CPIMന്റെ ഈ മരവിപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ജയിക്കുമായിരുന്നല്ലേ എന്നൊന്നും അനിലിനോട് ചോദിച്ചു കളയരുത്. അങ്ങനെ പ്രകടമായിട്ട് അങ്ങനെ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ CPIMന് പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. CPIM അത്തരം കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു CPIM കേന്ദ്രങ്ങളിൽ ഒരു മരവിപ്പ് നമുക്ക് പ്രകടമായിരുന്നു. അതുകൊണ്ട് പ്രചരണ രംഗത്തും മറ്റ് മണ്ഡലങ്ങളിലുള്ളതുപോലെ പ്രചരണ രംഗത്തും അത്ര സജീവമായിരുന്നില്ല. 2-1-3 പൂർണ്ണമാകുന്നു. നമസ്കാരം. जनाधिपत्य